അത് ചോദിക്കുകയാണ്, മാധവിക്കുട്ടി അനുഭവിച്ച പ്രണയവഞ്ചനയെക്കുറിച്ച് KT ജലീൽ MLA നിയമസഭയിൽ പറഞ്ഞതിനെക്കുറിച്ച് പ്രതികരിക്കാമോ? എന്നോട് ക്ഷമിക്കുക, മാധവിക്കുട്ടി ഞാനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അവരെന്നോട് അവരുടെ ജീവിതത്തിൽ അനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പലപ്പോഴും പറഞ്ഞ മുഖവുര കാരശ്ശേരി ഇത് പ്രസംഗത്തിലോ എഴുത്തിലോ ഒന്നും പ്രതിപാദിക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ അത്തരം രഹസ്യങ്ങളിലേക്ക് പോകുന്നില്ല. അത് സോഫോക്ലിസ് പറയും, മരിച്ചുപോയവരോട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോടുള്ളതിലധികം കടപ്പാടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിന് ആരെങ്കിലും എവിടുന്നെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ട്, ആർക്കെങ്കിലും കൈക്കൂലി കിട്ടിയിട്ടുണ്ട് എന്ന് മാധവിക്കുട്ടി വിചാരിച്ചായിട്ട് ഞാൻ കരുതുന്നില്ല. അവരെന്നോട് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെന്നോട് പറഞ്ഞ വേറെ ഒരു കാര്യം, ഞാൻ മതം മാറണം എന്ന് കല്യാണത്തിൻ്റെ ഉപാധിയായിട്ട് എൻ്റെ കാമുകൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ്. എന്നോട് പറഞ്ഞാണ് എനിക്ക് പറയാൻ പറ്റുമോ. പിന്നെ മാധവിക്കുട്ടിക്ക് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാവുന്നൊരു കാര്യം, അവർ കൊച്ചു കുട്ടികളുടെ മാതിരി ഒരാളാണ്. അങ്ങനെ നിഷ്കളങ്കമായി, നിസ്വാർത്ഥമായി, നിരപരാധമായി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ ഒന്നാമത് യാഥാർത്ഥ്യവും അയാഥാർത്ഥ്യവും, റിയലും അൺറിയലും പലപ്പോഴും തിരിച്ചറിയാത്തൊരു ദുരിതം മാധവിക്കുട്ടിക്കുണ്ട്. അങ്ങനെ തിരിച്ചറിയാത്ത വേറെ രണ്ടുപേരെ എനിക്കറിയാം. ഒരാളുടെ പേര് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ്, വേറെ ഒരാളുടെ പേര് OV വിജയൻ എന്നാണ്. എന്നുവെച്ചാൽ എനിക്ക് വളരെ അടുപ്പുണ്ടായിരുന്ന 3 പേരാണ്. ബാക്കി അങ്ങനത്തെ എഴുത്തുകാരുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ പല എഴുത്തുകാരും അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് അടുപ്പുള്ള ഒരാളാണ് MT, അദ്ദേഹത്തിന് ഈ പ്രശ്നമില്ല. അങ്ങനെ പല എഴുത്തുകാർക്ക് ആ പ്രശ്നമില്ല, ഇവർക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ബഷീർ ഒരിക്കലും എന്നോട് പറഞ്ഞത് മുഹമ്മദ് നബി അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു എന്നാണ്. അത് വിശ്വസിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, വല്ല തെളിവുണ്ടോ? തെളിവുണ്ട്. ആരാ വന്ന്? മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ മരുമകൻ അലിയും കൂടിയാണ് വന്നത്. ഞാൻ എന്ത് ചെയ്തു? സുലൈമാനി കൊടുത്തു. സുലൈമാനി കൊടുത്തു, വർത്താനം പറഞ്ഞു പോയി. വല്ല തെളിവുണ്ടോ? തെളിവുണ്ട്. ഈ 2 പന്നീർ അവർ നട്ടതാ. ആ പൂ ഉള്ളത് നബി നട്ടതാണ്. ഇപ്പോൾ പൂ വാടിക്കരിഞ്ഞ് കാണുന്നത് അലി നട്ടതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്ത് ഇപ്പോഴും ഉണ്ടോ? അല്ല, കുറച്ച് അതുണ്ടെന്ന് വിചാരിച്ചൊന്നോ. OV വിജയൻ, ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പൂച്ചയ്ക്ക് മാത്രമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തെരേസയുണ്ട്, അനിയത്തി ഉഷയുണ്ട്, മകൻ മധു ഉണ്ട്. ആർക്കും എന്നെ പരിചയപ്പെടുത്തിയില്ല. ഈ വലിയൊരു പൂച്ച അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യത് ഡോളാന്നാണ് വിചാരിച്ചത്. അപ്പം എന്നോട് ചോദിച്ചു, പുസിയെ അറിയാലോ അല്ലേ? അപ്പം നമുക്കൊക്കെ വായിച്ചറിയുന്നതാണല്ലോ വിജയൻ്റെ പൂച്ച. അപ്പം പൂച്ച നോക്കിയിട്ട് പറഞ്ഞു, ഇത് കാരശ്ശേരിയാണ്, എൻ്റെ ഫ്രണ്ടാണ്. മാധവിക്കുട്ടി ഇങ്ങനെ. അപ്പോൾ അവർ വേറെ ആരോടെങ്കിലും വേറെ എന്തെങ്കിലും പറഞ്ഞു, അവർ കളവ് പറയില്ല. മാധവിക്കുട്ടി കളവ് പറയില്ല. കാരണം അവർ പറയുന്നതൊക്കെ അവർ അപ്പോൾ അവരുടെ, കാരണം യാഥാർത്ഥ്യത്തെക്കാൾ അവർ നയിക്കുന്ന ഭാവനയാണ്. അപ്പോൾ പിന്നെ അവരുടെ വ്യക്തിഗതം ഉണ്ടായ പല കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട്, ഇനിയിപ്പോൾ മാധവിക്കുട്ടി പറഞ്ഞല്ലെന്ന് വയ്ക്കുക, വ്യക്തിപരമായിട്ട് ഇത് ഞാൻ പിന്നെ പണം കൊടുത്ത് ഒരു ആള് അതിനെ ഏറ്റിട്ട് ഇവരെ സ്വാധീനിച്ച് മതം മാറ്റിയാന്ന് ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല വ്യക്തിപരമായിട്ട്. പിന്നെ ഞാൻ ആവർത്തിക്കുകയാണ്, താൻ മതം മാറണം എന്ന് കല്യാണത്തിൻ്റെ ഉപാധിയായിട്ട് മാധവിക്കുട്ടിയോട് അവരുടെ കാമുകൻ പറഞ്ഞിട്ടില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവരുടെ കനേഡിയൻ സുഹൃത്ത് എഴുതിയ അവരുടെ ജീവചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഗ്രന്ഥകാരി അവരുടെ വലിയ സുഹൃത്താണ്. അവർ കളവ് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാധവിക്കുട്ടി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നും, അങ്ങനെ പറയാം. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അല്ലാതെ അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. എപ്പോഴും ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം, എന്നാലും മനസ്സിലാവും മാധവിക്കുട്ടി എങ്ങനെയാണ് സംസാരിക്കുന്നത്. ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, കാരശ്ശേരി ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യ. എന്താ പറ്റി? നിങ്ങൾക്കറിയില്ലേ, ഇവിടെ വരുന്ന നമ്മുടെ റഫീഖ് എന്ന് പറഞ്ഞ പയ്യൻ, അതെ അവനാണല്ലോ ഇപ്പോൾ കത്തെഴുതാനും പോസ്റ്റ് ചെയ്യാനൊക്കെ. അതെ 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 അവനെന്താ ചെയ്തതെന്നറിയോ? ഞാൻ ഈ ആണുങ്ങൾക്ക് എഴുതുന്ന കത്തിൻ്റെ അടിയിലൊക്കെ എനിക്ക് അവനോട് പ്രേമാണ്, കാമ എന്നുള്ള മാതിരി അവൻ്റെ വക. എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കാം? അപ്പോൾ എനിക്ക് കഠിനമായി ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഇനി അവനെ വളപ്പ് കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അതിനെ ദേഷ്യം വരാതിരിക്കുമോ? മാധവിക്കുട്ടിയുടെ കത്തിൻ്റെ അടിയിൽ ഇവൻ്റെ തൂഞ്ഞാസൊക്കെ എഴുതി വെക്കാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പോയി. പിന്നെ
ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല കാരശ്ശേരി അവനിവിടെ വരുന്നുണ്ട് കേട്ടോ. ആ, ഞാൻ അവനോട് പറഞ്ഞു തന്നെ ഈ വളപ്പ് കയറ്റരുത്, കാരശ്ശേരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് അവനോട് കേട്ടുന്നത് എന്താ കാരശ്ശേരി, അവൻ്റെ ഉമ്മയ്ക്കോ ഒന്നും ജീവിക്കാൻ വേറെ മാറുമൊന്നുമില്ല, ഞാൻ കൊടുക്കുന്ന പൈസ ഉണ്ട്. പിന്നെയാണ് എനിക്ക് ആലോചന പോയത്. കാരണം ഇത് ഇവരുടെ ഭാവനയാണ്. എന്താണ് ഈ കത്തിൽ ഇവനിങ്ങനെ എഴുതിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഭാവന ഇങ്ങനെ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പം അത് അവൻ പറഞ്ഞതായിട്ട് തൻ്റെ ഭാവനയാണോ ഒന്നും ഇവർക്ക് തിരിച്ചറിയില്ല. എന്നോട് ഒരിക്കൽ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു, മറ്റേ പറഞ്ഞു. ഇതിപ്പോൾ എന്താ ഉണ്ടായത് എനിക്ക് അറിഞ്ഞോ കേട്ടോ. ഈ കുട്ടി ഇങ്ങനെ എഴുതിയിരുന്നോ അല്ലെന്ന് എനിക്ക് ഒരിക്കലും അറിയാൻ ഒരു വഴിയില്ല, അവർക്കും ഒരു വഴിയില്ല. അതുകൊണ്ട് ഈ ഭാവന കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരാൾ മാധവിക്കുട്ടിയുടെ മാതിരി എൻ്റെ അറിവിലില്ല. അപ്പോൾ വിജയനാണെങ്കിലും വളരെ ബുദ്ധിശാലിയാണ്, ബുദ്ധിജീവിയാണ്. ബഷീറിനാണ് പിന്നെ ഇമാതിരി എല്ലാം തമാശ ഒക്കെ 2 days വണ്ടർ എന്ന് പറയും. അപ്പം അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ജലീൽ അങ്ങനെ പ്രകോപിതനായിട്ട് സംസാരിക്കുന്നത് ഞാനും കണ്ടു, അതിൻ്റെ വീഡിയോ കണ്ടു ഞാൻ. അപ്പം മുസ്ലിം ലീഗ് MLA നജീബ് കാന്തപുരത്തിൻ്റെ വർത്തമാനത്തിൽ പ്രകോപിതനായിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. മുഴുവൻ പറഞ്ഞത് എന്താണെന്ന് കേട്ടില്ല, പിന്നെ മൈക്ക് ഓഫാക്കി എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്പം അതുകൊണ്ട് എനിക്കറിയുന്ന കാര്യം, എനിക്ക് പറയാവുന്ന കാര്യം ഞാൻ ഈ സഭ മുഖാന്തരം ഇതിനാൽ ബോധിപ്പിച്ചിരിക്കുന്നു.